എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. മഹാഭാരതം കഴിഞ്ഞ ഭാഗത്തിൽ പാണ്ഡവരെ കണ്ട് മടങ്ങിയെത്തിയ സഞ്ജയന്റെ വാക്കുകൾ കേട്ട് അസ്വസ്ഥനായി ഉറക്കം നഷ്ടമായ ധൃതരാഷ്ട്രർ വിദുരരുമായി സംസാരിക്കുന്നത് വരെയാണ് നമ്മൾ കേട്ടത്. നമുക്കിനി മഹാഭാരതം ബാക്കി കേൾക്കാം. വിദുരരുടെ വാക്കുകൾക്ക് ഒന്നും തന്നെ ധൃതരാഷ്ട്രർക്ക് മനസമാധാനം നൽകുവാൻ കഴിഞ്ഞില്ല. ധൃതരാഷ്ട്രർ പറഞ്ഞു, വിദുരരെ, താങ്കളെല്ലാം പറഞ്ഞു കഴിഞ്ഞുവോ? അതോ എന്തെങ്കിലും പറയുവാൻ ബാക്കിയുണ്ടോ? ഞാൻ താങ്കൾ പറയുന്നത് കേൾക്കുവാൻ ശ്രദ്ധയോടെ ഇരിക്കുകയാണ്. താങ്കൾ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്, ധർമ്മമാണ്. വിദുരർ പറഞ്ഞു, മഹാരാജൻ, അങ്ങയ്ക്ക് കൂടുതൽ അറിവ് പകർന്നു തരുവാൻ ഞാൻ ഋഷിയായ സനത് സുജാതയെ ധ്യാനിച്ചു വരുത്താം. അദ്ദേഹം മരണമില്ലാത്തവനാണ്. അദ്ദേഹത്തിൻ്റെ അറിവിനും ജ്ഞാനത്തിനും അതിരുകളില്ല. അങ്ങനെ വിദുരർ ധ്യാനിച്ച് ഋഷിയായ സനത് സുജാതയെ പ്രത്യക്ഷപ്പെടുത്തി. വിദുരർ ഋഷിയെ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയ്ക്ക് ഞങ്ങളുടെ പ്രണാമം ഋഷി വര്യ. മഹാരാജൻ ധൃതരാഷ്ട്രർക്ക് ചില സംശയങ്ങളുണ്ട്. അവ അങ്ങയ്ക്ക് മാത്രമേ ദൂരീകരിക്കുവാൻ കഴിയുകയുള്ളൂ. ദയവ് ചെയ്ത് മഹാരാജന്റെ മനസ്സിനെ അലട്ടുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അങ്ങ് നൽകിയാലും. ധൃതരാഷ്ട്രർ ഋഷിയോട് ചോദിച്ചു, മഹർഷേ, മരണമെന്നതിനെപ്പറ്റി അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിലർ പറയുന്നു മരണമെന്നത് ഒന്നില്ല എന്ന്. ദേവന്മാരും അസുരന്മാരും ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത് മരണത്തെ തടയുവാനായി ആണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് സത്യം? സനത് സുജാത ഋഷി പറഞ്ഞു, പുത്ര, രണ്ടും ശരിയാണ്. ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു ആത്മാവും ജീവനും ശരീരത്തെ വിട്ടുപോകുന്ന പ്രക്രിയയാണ് മരണമെന്ന് പറയുന്നത് എന്ന്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. ലൗകിക ജീവിതത്തിൽ മുഴുകി അതിൽ മുങ്ങിത്താണ് പോകുന്നതാണ് മരണം. ആത്മീയത സ്വീകരിച്ചാൽ അതാണ് അമരത്വം. ആഗ്രഹവും അത്യാഗ്രഹവും ക്രോധവുമെല്ലാം അമരത്വം ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ ശത്രുക്കളാണ് പുത്ര. യഥാർത്ഥ വീരൻ ജയിക്കേണ്ടത് അവനവനെ തന്നെയാണ്. സ്വയം ആഗ്രഹങ്ങളിൽ നിന്നും ക്രോധത്തിൽ നിന്നും മുക്തനാകുവാൻ കഴിയുന്നവൻ അമരനാകുന്നു. ഒരുവൻ ആഗ്രഹത്തിനെ അത് ഉടലെടുക്കുന്ന വേളയിൽ തന്നെ കൊല്ലണം. അങ്ങനെ മാത്രമേ അവന് പരമമായ ജീവിത ലക്ഷ്യം കൈവരിക്കുവാനും ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും കഴിയുകയുള്ളൂ. ധൃതരാഷ്ട്രർ ചോദിച്ചു, മഹർഷേ, എങ്ങനെയാണ് ഒരുവൻ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക? എങ്ങനെയാണ് ആഗ്രഹങ്ങൾക്ക് മേൽ നിയന്ത്രണം കൊണ്ടുവരിക? മഹർഷി പറഞ്ഞു, സത്യത്തെ മനസ്സിലാക്കുക, അത് സ്വീകരിക്കുക പുത്ര. ലളിതമായ ജീവിതം ജീവിക്കുക. സത്യസന്ധത, ആത്മനിയന്ത്രണം, മനസ്സിൻ്റെയും ചിന്തകളുടെയും ശുദ്ധി ഉറപ്പുവരുത്തുക, അറിവ് നേടിയെടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ഒരുവന് ആഗ്രഹങ്ങൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ കഴിയുക. പുത്ര, നീ എന്നോട് ചോദിക്കാതെ തന്നെ ചോദിക്കുന്നത് എന്താണ് എന്നെനിക്കറിയാം. മകനെ, അത്യാഗ്രഹം, വൈരാഗ്യം, പക, ആസക്തി എന്നിവ വെടിയുക. നിന്റേതെന്ന് നീ കരുതുന്നത് പലതും യഥാർത്ഥത്തിൽ നിന്റെയല്ല എന്ന് നീ അറിയുക. വിട്ടുകളയുവാൻ മനസ്സില്ലാതെ എന്തിനെയൊക്കെയോ മുറുകെ പിടിച്ച് ഇരിക്കുകയാണ് പുത്ര നീ. അതിൽ നിന്നുമാണ് നിന്റെ മനസ്സിൻ്റെ അശാന്തി രൂപപ്പെടുന്നത്. ധർമ്മത്തിൻ്റെ പാത പിന്തുടരുക. നിനക്ക് സമാധാനവും മുക്തിയും ലഭിക്കും. നീ മുറുകെ പിടിച്ചിരിക്കുന്നതൊന്നും ശാശ്വതമല്ല പുത്ര. അവയ്ക്കൊന്നിനും തന്നെ നിനക്ക് മനസ്സമാധാനം പ്രദാനം ചെയ്യുവാൻ കഴിയുകയില്ല. ലൗകികത എന്ന ചിലന്തി വലയിൽ കുടുങ്ങിയ പ്രാണിയെപ്പോലെ നീ പിടയുകയാണ്. നീ ബ്രഹ്മത്തെ അറിഞ്ഞാലും പരമമായ ഈശ്വര ചൈതന്യം നീ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാലും യോഗികൾക്ക് ധ്യാനത്തിലൂടെ മാത്രമാണ് ആ ഈശ്വര ചൈതന്യത്തെ കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത്. എല്ലാം ഉദ്ഭവിക്കുന്നത് അദ്ദേഹത്തിൽ നിന്നുമാണ്. എല്ലാം ഒടുങ്ങുന്നതും അദ്ദേഹത്തിൽ തന്നെ. അദ്ദേഹം വാക്കുകൾക്ക് അതീതനാണ്. നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയുന്നതിലും വലുതാണ്. മൂഢന്മാർ ആ ഈശ്വര ചൈതന്യത്തെ മനസ്സിലാക്കാതെ സമ്പത്തിനും അധികാരത്തിനും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. അവസാനം മരണപ്പെടുന്നു, ഒന്നും മനസ്സിലാക്കാതെ, ഒന്നും മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ. ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയാണ്. എന്നാൽ അതിനെ കണ്ടെത്തുക എന്നതാണ് പാട്. കണ്ടെത്തണം, മനസ്സിലാക്കണം. അപ്പോൾ നിനക്ക് ഈ ലോകമാകുന്ന മായയിൽ നിന്നും മുക്തി ലഭിക്കും. നിനക്ക് അർഹതപ്പെട്ടത് മാത്രം നീ കൈവശം വയ്ക്കുക പുത്ര. നിനക്ക് മനഃശാന്തി ലഭിക്കും. ഇത്രയും പറഞ്ഞ് സനത് സുജാത ഋഷി അപ്രത്യക്ഷനായി. ധൃതരാഷ്ട്രർ ആ രാത്രി മൊത്തം ഉറങ്ങുവാൻ കഴിയാതെ ഇരുന്നു. അങ്ങനെ ആ രാത്രി കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ തന്നെ പ്രമുഖരെല്ലാം കുരു രാജവംശത്തിന്റെ മഹനീയമായ രാജ്യസഭയിലെത്തി ഉപവിഷ്ടരായി. പാണ്ഡവരുടെ സന്ദേശം എന്താണെന്ന് അറിയുവാനും സഞ്ജയൻ എന്താണ് പറയുവാൻ പോകുന്നത് എന്ന് അറിയുവാനുമായി എല്ലാവരും അക്ഷമരായിരുന്നു. ധൃതരാഷ്ട്ര മഹാരാജാവ് രാജ്യസഭയിൽ സുവർണ സിംഹാസനത്തിൽ അമർന്നിരുന്നു. അദ്ദേഹത്തിന് രണ്ടു വശത്തുമായി കൗരവ പ്രമുഖരും കുരുവംശ വീരന്മാരും ഉപവിഷ്ടരായി. ഭീഷ്മർ, ദ്രോണർ, കൃപർ, ശല്യർ, കൃതവർമ്മൻ, ജയദ്രഥൻ, അശ്വത്ഥാമാവ്, വികർണൻ, വിതുരർ, യുയുത്സു, ദുര്യോധനൻ, ദുശാസനൻ, ശകുനി, കർണൻ എന്നിങ്ങനെ വീരന്മാരെല്ലാം ഒരുമിച്ച് ഇരുന്നപ്പോൾ ആ രാജ്യസഭ ദേവേന്ദ്രന്റെ രാജസദസ്സിന് സമാനമായി കാണപ്പെട്ടു.
സിംഹങ്ങളെല്ലാം ഗുഹയിൽ ഒത്തുകൂടിയ കണക്കെ കുരുവംശ വീരന്മാരെല്ലാം സഞ്ജയൻ പറയുവാൻ പോകുന്നത് എന്തെന്ന് അറിയുവാനായി അക്ഷമരായിരുന്നു. ആ മഹനീയമായ രാജസഭയിലേക്ക് സഞ്ജയൻ വന്നു. രാജസഭയുടെ ഒത്ത മധ്യത്തിലായെത്തി സഞ്ജയൻ എല്ലാവരോടുമായി പറഞ്ഞു, കൗരവ വീരന്മാരെ, ഞാൻ പാണ്ഡവരെ ചെന്ന് കണ്ടു, സംസാരിച്ചു. അവരുടെ സന്ദേശവുമായാണ് ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നത്. പാണ്ഡവർ നിങ്ങളെല്ലാവരെയും അന്വേഷിച്ചതായും നിങ്ങളുടെ സുഖവിവരങ്ങൾ ആരാഞ്ഞതായും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പിതാമഹൻ ഭീഷ്മരെയും മറ്റ് ആദരണീയരായ വീരന്മാരെയും പാണ്ഡവർ പ്രണമിക്കുന്നു എന്ന് എന്നിലൂടെ നിങ്ങൾ അറിഞ്ഞാലും. മഹാരാജൻ ധൃതരാഷ്ട്രരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ പാണ്ഡവരെ കാണുവാൻ പോയത്. ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ദൂതനായി ചെന്ന് ഞാൻ പാണ്ഡവരുമായി സംസാരിച്ചു. അവർക്ക് എന്താണ് പറയുവാനുള്ളത് എന്ന് അറിഞ്ഞാണ് ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നത്. ധൃതരാഷ്ട്രർ പറഞ്ഞു, സഞ്ജയ, ഈ ഇരിക്കുന്ന കുരുവംശ വീരന്മാരുടെ മുന്നിൽ വെച്ച് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, ധനഞ്ജയൻ അർജുനൻ എന്താണ് പറഞ്ഞത്? എന്തായിരുന്നു പാർത്ഥന്റെ പ്രതികരണമെന്ന് എല്ലാവരെയും അറിയിച്ചാലും. സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവ് ധൃതരാഷ്ട്രരും ദുര്യോധനനും അർജുനന് എന്താണ് പറയുവാനുള്ളത് എന്ന് വ്യക്തമായി കേട്ടുകൊള്ളുക. അർജുനൻ യുദ്ധത്തിനൊരുക്കമാണ്. അദ്ദേഹം അത് പറഞ്ഞത് യുധിഷ്ഠിരന്റെ അനുവാദത്തോടെ ശ്രീകൃഷ്ണനെ സാക്ഷിയാക്കിയാണ്. മഹാബാഹുവായ അർജുനന് ഭയം ലവലേശമില്ല. കിരീടി യുദ്ധത്തിനൊരുക്കമാണ്. കൃഷ്ണനെ സാക്ഷിയാക്കി അർജുനൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു, സഞ്ജയ, കുരുസഭയിൽ വെച്ച് എൻ്റെ ഈ വാക്കുകൾ അങ്ങ് ധൃതരാഷ്ട്രപുത്രന്മാർ കേൾക്കുവാനായി ഉച്ചത്തിൽ വ്യക്തമായി പറഞ്ഞാലും പിന്നീട് ആരും തന്നെ എൻ്റെ വാക്കുകൾ കേട്ടില്ല എന്ന് പറയുവാൻ ഇടവരാത്ത അത്രയും ഉച്ചത്തിൽ അങ്ങ് ഞാൻ പറയുവാൻ പോകുന്ന വാക്കുകൾ കുരുവംശ പ്രമുഖർ ഉപവിഷ്ടരായ കുരു രാജ്യസഭയിൽ ഉച്ചത്തിൽ പറയണം. ഞാൻ കൗന്ദയനായ അർജുനൻ യുദ്ധത്തിന് ഒരുക്കമാണ്. ധൃതരാഷ്ട്രരും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും പാണ്ഡവർക്ക് അർഹമായത് നൽകുവാൻ ഒരുക്കമല്ലെങ്കിൽ അവർ ഞങ്ങളോട് കാട്ടിയ അനീതിക്കെല്ലാം ഞങ്ങൾ എണ്ണി എണ്ണി പകരം ചോദിക്കും. ഞങ്ങളോട് ചെയ്ത അധർമ്മമെല്ലാം ഞങ്ങൾ മറക്കുവാൻ തയ്യാറാണ്. കൗരവർ ഞങ്ങളിൽ നിന്നും ചതിയിലൂടെ കരസ്ഥമാക്കിയതൊക്കെ തിരിച്ചു തരുവാൻ തയ്യാറാണെങ്കിൽ, അല്ലാത്ത പക്ഷം യുദ്ധം അരങ്ങേറുക തന്നെ ചെയ്യും. നിങ്ങൾ യുധിഷ്ഠിരനോടും ഭീമാർജുനന്മാരോടും നകുല സഹദേവന്മാരോടും സത്യകി, ദൃഷ്ടദ്യുപ്നൻ, ശിഖണ്ഡി മുതലായ വീരന്മാരോടും യുദ്ധം ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വാസുദേവ കൃഷ്ണനെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ്, ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്, എല്ലാ തരത്തിലും സജ്ജരാണ്. എന്നും ധർമ്മത്തിന്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചിരുന്ന പാണ്ഡവരെയാണ് നിങ്ങൾ ചതിച്ച് അവരുടെ ഐശ്വര്യമെല്ലാം അപഹരിച്ച് അവരെ അപമാനിച്ച് 13 വർഷം കാട്ടിലേക്ക് പറഞ്ഞയച്ചത്. ഞങ്ങൾ കാട്ടിൽ വെറും തറയിൽ കിടന്നു. ധൃതരാഷ്ട്രപുത്രന്മാരെ, നിങ്ങളെ ഞങ്ങൾ ഉറക്കും. എന്നാൽ അത് ഉണരുവാൻ വേണ്ടിയുള്ള ഉറക്കം ആയിരിക്കുകയില്ല. യമലോകത്തേക്കുള്ള യാത്രയ്ക്ക് സുഖം പകരുന്ന മരണമെന്ന അനിവാര്യമായ ഗാഠനിദ്രയിലേക്ക് ഞങ്ങൾ ധൃതരാഷ്ട്രപുത്രന്മാരെ തള്ളിയിടുമെന്നത് സുനിശ്ചിതമാണ്. കൗരവർ ഞങ്ങളോട് കാണിച്ച കൊടിയ അനീതിക്കും അധർമ്മത്തിനും അതേ നാണയത്തിൽ തന്നെ തിരിച്ച് പ്രതികരിക്കാതിരുന്നത് ഞങ്ങൾക്ക് അതറിയാഞ്ഞിട്ടല്ല, മറിച്ച് ഞങ്ങൾ ധർമ്മത്തെ വെടിഞ്ഞൊന്നും ചെയ്യുകയില്ല എന്നതിനാലാണ്. യുധിഷ്ഠിരൻ സത്യസന്ധനും നീതിമാനും ശുദ്ധഗതിക്കാരനുമാകയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ എളുപ്പം കബളിപ്പിക്കുവാൻ സാധിച്ചു. എന്നാൽ അദ്ദേഹം ഒരിക്കലും ധർമ്മം വെടിയാത്തതുകൊണ്ട് ഒരു വാക്കുപോലും ഉച്ചരിച്ചില്ല. അദ്ദേഹം സ്വന്തം ക്രോധത്തെ നിയന്ത്രിച്ചു. വിധിയെന്ന് കരുതി എല്ലാം ക്ഷമിക്കുവാനും അദ്ദേഹം ഇപ്പോഴും ഒരുക്കമാണ്. പാണ്ഡവരുടെ ഉള്ളിൽ ആളിക്കത്തുന്ന കാട്ടുതീയിൽ അകപ്പെട്ടു പോയാൽ ധൃതരാഷ്ട്രപുത്രന്മാർക്ക് അതിൽ നിന്നും പിന്നെ രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയാലും പാണ്ഡവരോട് യുദ്ധം ചെയ്ത് കളയാമെന്ന തീരുമാനം മണ്ടത്തരമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഘട്ടത്തിൽ ഒരു തിരിച്ചുപോക്ക് സാധ്യമായി എന്ന് വരില്ല. അന്ന് നിങ്ങൾ മനസ്സിലാക്കും സ്വന്തം തീരുമാനം തെറ്റായിരുന്നു എന്ന്. അന്ന് നിങ്ങൾ സ്വന്തം തീരുമാനങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കും. കാട്ടുതീ ചുള്ളിക്കമ്പുകളെ കത്തിച്ച് ചാമ്പലാക്കും കണക്കെ പാണ്ഡവർ ധൃതരാഷ്ട്രപുത്രന്മാരെ നാമാവശേഷമാക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. സാധാരണ യോദ്ധാക്കൾക്ക് ഒന്ന് അനക്കുവാൻ പോലും സാധിക്കാത്ത ഗദയും വീശിക്കൊണ്ട് മഹാമേരു പർവ്വതം കണക്കെ തലയുയർത്തി നിൽക്കുന്ന ഭീമസേനന് മുന്നിൽ അബദ്ധത്തിൽ പോലും വന്ന് ചാടാതിരിക്കുവാൻ ധൃതരാഷ്ട്രപുത്രന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സിംഹം പശുക്കളെ എന്ന കണക്കെ വൃകോദരൻ കൗരവസേനയെ ആക്രമിക്കുമ്പോൾ അന്ന് നിങ്ങൾ പാണ്ഡവരുമായുള്ള യുദ്ധം അബദ്ധമായി പോയി എന്ന് മനസ്സിലാക്കും. ഭീമൻ, അദ്ദേഹത്തിന് ഭയമെന്തെന്നറിയുകയില്ല. അദ്ദേഹത്തിന് ഉപയോഗിക്കുവാൻ അറിയാത്ത ആയുധങ്ങളുമില്ല. ഒരൊറ്റ രഥത്തിൽ പാഞ്ഞു വന്ന് കൗരവരുടെ എണ്ണമറ്റ അക്ഷൗഹിണിപ്പടകളെ ശിഥിലമാക്കുവാൻ ഗദയേന്തിയ ഭീമസേനൻ തന്നെ ധാരാളമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞാലും മതമിളകിയ ആനയ്ക്ക് മുന്നിൽ പെട്ടുപോയ മുയൽക്കൂട്ടം കണക്കെ യുദ്ധക്കളത്തിൽ ഭീമനെ കാണുന്ന നിമിഷം നിങ്ങൾ തിരിച്ചറിയും ഒരിക്കലും പാണ്ഡവരുമായി യുദ്ധം ചെയ്യുവാൻ പാടില്ലായിരുന്നുവെന്ന്. പിന്നെ നകുലൻ, അവൻ കാട്ടിൽ പുല്ലുമെത്തയിൽ കിടന്നുറങ്ങുവാൻ ശ്രമിക്കുമ്പോഴും സർപ്പത്തെപ്പോലെ ചീറ്റുമായിരുന്നു. അവൻ്റെ ഉള്ളിൽ അണകെട്ടി നിർത്തിയിരിക്കുന്ന കോപം സർവ്വസംഹാരിയായ യുദ്ധകളത്തിൽ പുറത്തേക്കൊഴുകുമ്പോൾ നിങ്ങൾ ഭയം എന്തെന്നറിയും. നിങ്ങൾ മരണത്തെ അന്ന് നേർക്കുനേർ കാണും.
പാണ്ഡവപുത്രന്മാർ ബാലന്മാരാണ്. എന്നാൽ യുദ്ധസമയം നിങ്ങൾ തിരിച്ചറിയും അവർ യഥാർത്ഥ യോദ്ധാക്കൾ തന്നെയാണെന്ന്. കുതിരകളുടെ ഹൃദയതാളം അറിയാവുന്ന സഹദേവന്റെ തേര് നീങ്ങുന്ന ശബ്ദം പോലും നിങ്ങൾ കേൾക്കുകയില്ല. അവൻ നിശബ്ദനായി വന്ന് നിങ്ങളെ യമപുരിക്ക് അയക്കും. കേശവന് തുല്യനായ എൻ്റെ പുത്രൻ അഭിമന്യു യുദ്ധം ചെയ്യുന്നത് നേരിൽ കാണുന്ന നിമിഷം നിങ്ങൾ തിരിച്ചറിയും പാണ്ഡവരുമായി യുദ്ധം ചെയ്തു കളയാമെന്ന തീരുമാനം വലിയ അബദ്ധമായി പോയി എന്ന്. അവൻ്റെ വീര്യം എന്താണെന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനുള്ള അവസരം ലഭിക്കുമാറാകട്ടെ. അതായിരിക്കും നിങ്ങൾ അവസാനമായി കാണാൻ പോകുന്ന കാഴ്ചയും. മഹാരഥന്മാരായ മഹാവീരന്മാരായ വിരാടൻ്റെയും ദ്രുപദൻ്റെയും യുദ്ധവീര്യം നിങ്ങൾ നേരിട്ട് കാണും. അവരുടെ പിന്നിലായി അണിനിരന്ന് നിൽക്കുന്ന വീരന്മാരുടെ ആയുധങ്ങൾ നിങ്ങളുടെ രക്തത്തിനായി ദാഹിച്ചു നിൽക്കുന്നുണ്ടാവും. ശിഖണ്ഡി പിതാമഹൻ ഭീഷ്മരെ വധിക്കുന്ന വേളയിൽ നിങ്ങൾ ധൃതരാഷ്ട്രപുത്രന്മാർ പാണ്ഡവരുമായി യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചത് പശ്ചാത്തപിക്കും. ഹോമകുണ്ഡത്തിൽ നിന്നും ആയുധങ്ങളോടെ തന്നെ ഉദ്ഭവിച്ച ദൃഷ്ടദ്യുപ്നനെ യുദ്ധകളത്തിൽ നേരിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം നിലയ്ക്കും. സത്യകിയുടെ അസ്ത്രങ്ങൾ എണ്ണമറ്റ പോരാളികളുടെ ജീവൻ എടുക്കുന്ന വേളയിൽ ധൃതരാഷ്ട്രപുത്രന്മാരെ നിങ്ങൾ മനസ്സിലാക്കും പാണ്ഡവരുമായുള്ള യുദ്ധം വലിയ അബദ്ധമായി പോയി എന്ന്. സത്യകിയുടെ വെള്ള കുതിരകളാൽ വലിക്കപ്പെടുന്ന സ്വർണ്ണരഥം കാണുമ്പോൾ യമദേവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിൽ അത്ഭുതപ്പെടുവാൻ ഒന്നും തന്നെയില്ല. ദുര്യോധന, നീ യുദ്ധകളത്തിൽ ഒരു രഥം കാണും. സ്വർണം കൊണ്ട് നിർമ്മിച്ച രത്നങ്ങളും വജ്രങ്ങളും പതിപ്പിച്ച സൂര്യദേവന്റെ തേജസ്സുള്ള രഥം. ആ രഥത്തിന്റെ തേരാളി ശ്രീകൃഷ്ണനായിരിക്കും. ആ രഥത്തിന്റെ കൊടിയിൽ നീ ആഞ്ജനേയനെ കാണും. ആ രഥത്തിൽ നിന്നും ഗാണ്ഡീവത്തിന്റെ ഇടിമുഴക്കം പോലുള്ള ഞാനൊലി ശബ്ദം കേൾക്കുന്ന മാത്രയിൽ തന്നെ ദുര്യോധന, നിന്റെ മനസ്സ് നിന്നോട് മന്ത്രിക്കും പാണ്ഡവരുമായി യുദ്ധം വേണ്ടായിരുന്നുവെന്ന്. നീ കണ്ടു നിൽക്കെ ആകാശം മറയ്ക്കുന്ന കണക്കെ ലക്ഷക്കണക്കിന് അമ്പുകൾ നിന്റെ പടയാളികൾക്ക് മേൽ വർഷിക്കപ്പെടും. അവർ പോലും അറിയാതെ അവർ യമലോകം പുൽകും. പേമാരി കണക്കെ ആകാശത്തു നിന്നും താഴേക്ക് പതിക്കുന്ന അസ്ത്രങ്ങളേറ്റ് നിന്റെ ആനകളും കുതിരകളും പടച്ചട്ടയണിഞ്ഞ പടയാളികൾ പോലും മരണപ്പെടുന്നത് നീ നിസ്സഹായനായി കണ്ടു നിൽക്കേണ്ടി വരും ദുര്യോധന. എൻ്റെ അമ്പുകൾ പക്ഷി കായ്കൾ മരത്തിൽ നിന്നും കൊത്തിത്തിന്നുന്ന ലാഘവത്തോടെ നിന്റെ പടയാളികളുടെ ശിരസറുക്കും. എൻ്റെ രഥചക്രത്തിൽ നിന്നും ഉയരുന്ന പൊടിപടലം രണഭൂമിയെ പൊതിയും ദുര്യോധന. ഗാണ്ഡീവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ മരണമെന്ന സൗഭാഗ്യം ലഭിക്കുവാൻ നിന്റെ പടയാളികൾ കാത്തു നിൽക്കും. ദുര്യോധന, പാഞ്ചജന്യം മുഴക്കുന്ന കേശവനെയും ഒടുങ്ങാത്ത ആവനാഴിയുമായി ഗാണ്ഡീവമേന്തി ദേവദത്തം മുഴക്കുന്ന എന്നെയും നീ ആ രഥത്തിൽ കാണും. കത്തിച്ചു കളയും ഞാൻ നിന്റെ സൈന്യത്തെ ഒന്നാകെ. ദുര്യോധന, ഞാൻ തിരഞ്ഞെടുത്തത് വാസുദേവ കൃഷ്ണനെയാണ്. വജ്രായുധമേന്തിയ ദേവേന്ദ്രൻ വന്നു നിന്നാലും ഞാൻ ആയുധമെടുക്കാത്ത കൃഷ്ണനെ തന്നെയായി തിരഞ്ഞെടുക്കുകയുള്ളൂ. വിഡ്ഢിയായ നീ കരുതിയത് കേശവനേക്കാളും കേമം കേശവന്റെ നാരായണ സേനയാണെന്നാണ്. കഷ്ടം തന്നെ ദുര്യോധന നിന്റെ കാര്യം. കൃഷ്ണൻ ആര് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവരെ വിജയിക്കുകയുള്ളൂ. പർവ്വതത്തെ വെറും കൈകൊണ്ട് തകർക്കാമെന്ന് കരുതുന്ന അത്രയും വിഡ്ഢിതമാണ് ആയുധമെടുക്കാത്ത കേശവനെ എളുപ്പം പരാജയപ്പെടുത്താമെന്നുള്ള നിന്റെ തോന്നൽ സുയോധന. കേശവന്റെ വീരകഥകൾ നീ കേട്ടിട്ടില്ല എന്നുണ്ടോ ദുര്യോധന? കേശവൻ രുക്മിണിയെ സ്വന്തമാക്കിയത് എങ്ങനെയെന്ന് നിനക്കറിയാമല്ലോ. കംസനെ നിഗ്രഹിച്ച വാരണാസിയെ കത്തിച്ച കേശവനെ തടയാമെന്ന് നീ കരുതുന്നുവെങ്കിൽ അത് കാട്ടുതീയെ കൈകൊണ്ട് തടഞ്ഞു നിർത്താമെന്ന് കരുതുന്നത് പോലെ വിഡ്ഢിത്തരമാണ്. നരകാസുരനെ വധിച്ച ദാമോദരനെയാണ് ദുര്യോധന നീ വില കുറച്ച് കാണുന്നത്. നിനക്കെല്ലാം മനസ്സിലാകും അധികം വൈകാതെ തന്നെ. നിന്റെ തെറ്റിദ്ധാരണകളും മാറും. എന്നാൽ തിരിച്ചറിവിന്റെ വേളയിൽ നിനക്ക് തിരിച്ചു പോകുവാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോഴേക്കും വളരെ വൈകിയിട്ടുണ്ടായിരിക്കും ദുര്യോധന. ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യർക്കും കൃപാചാര്യർക്കും എൻ്റെ പ്രണാമം. അർഹമായത് നേടിയെടുക്കുവാൻ എനിക്ക് നിങ്ങളോടെല്ലാം യുദ്ധം ചെയ്യേണ്ടതായി വന്നേക്കാം. എൻ്റെ മുന്നിൽ മറ്റ് വഴികളില്ല. 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും നയിച്ചു വന്ന ഞങ്ങളോട് വീണ്ടും നീതികേട് കാണിക്കുന്നത് തുടരുകയാണ് ധൃതരാഷ്ട്രരും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും. യുദ്ധം അരങ്ങേറുകയാണെങ്കിൽ ധൃതരാഷ്ട്ര പുത്രന്മാർ എല്ലാവരും തന്നെ വധിക്കപ്പെടും. ഞങ്ങൾക്ക് ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ധർമ്മം പുനഃസ്ഥാപിക്കുവാനുള്ള മാർഗമാണ്. യുദ്ധം അരങ്ങേറിയാൽ ധൃതരാഷ്ട്ര പുത്രന്മാരെയും കർണനെയും വധിച്ച് ഞങ്ങൾ രാജ്യത്തിന് മേൽ ആധിപത്യം നേടിയെടുക്കും. നിങ്ങൾക്ക് എന്താണ് ചെയ്യുവാൻ കഴിയുന്നത് എന്നാൽ അത് ചെയ്യുക. നിങ്ങൾ ആഗ്രഹം പോലെ വേണ്ട മധുരമെല്ലാം കഴിച്ചുകൊള്ളുക. ആയുസ്സൊടുങ്ങുവാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരികയില്ല. പാണ്ഡവരുടെ വിജയം സുനിശ്ചിതമാണ്. വൃഷ്ണികുലത്തിൻ്റെ തിലകമായ ജനാർദ്ദനന് അതിൽ തെല്ലും സംശയമില്ല. എനിക്ക് സ്വയം കാണുവാൻ കഴിയുന്നുണ്ട് കൗരവർ എല്ലാം ഒടുങ്ങിയതിനു ശേഷം എങ്ങനെയായിരിക്കുമെന്നത്. ഗാണ്ഡീവം യുദ്ധത്തിനായി അക്ഷമനായി കാത്തിരിക്കുകയാണ്. ഗാണ്ഡീവം ആവേശത്താൽ വിറയ്ക്കുന്നുണ്ട്. ഗാണ്ഡീവത്തിൻ്റെ ഞാൻ മഹായുദ്ധത്തിനായി കാത്തിരിക്കുകയാണ്. എൻ്റെ ദിവ്യാസ്ത്രങ്ങൾ ശത്രു നിഗ്രഹണത്തിനായി വരിവരിയായി തയ്യാറായി നിൽക്കുകയാണ്. രാത്രി ചെന്നൈക്കൾ നിർത്താതെ ഓരിയിടുന്നത് സൂചിപ്പിക്കുന്നത് കൗരവപക്ഷം നാമാവശേഷമാകുവാൻ പോകുന്ന മഹായുദ്ധത്തെ തന്നെയാണ്. കുറുക്കന്മാരെയും കഴുകന്മാരെയും കഴുതപ്പുലികളെയും ഈയിടെയായി കൂടുതലായി കാണുന്നു.
അതെല്ലാം സൂചിപ്പിക്കുന്നത് മഹായുദ്ധത്തെ തന്നെയാണ്. പാശുപതാസ്ത്രവും ബ്രഹ്മാസ്ത്രവും എല്ലാം കൈവശമുള്ള എൻ്റെ ഏത് അസ്ത്രമാണ് നിങ്ങളെ എല്ലാവരെയും യമലോകത്തേക്ക് എത്തിക്കുവാൻ പോകുന്നത് എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. സഞ്ജയ, ഇതാണ് എനിക്ക് പറയുവാനുള്ളത്. കുരു രാജസഭയിൽ ഉറക്കെ ഉച്ചത്തിൽ ദൃഢമായ ശബ്ദത്തിൽ എല്ലാവരെയും ഇത് നീ കേൾപ്പിക്കണം. ദുര്യോധനന് മനം മാറ്റമുണ്ടായാൽ നല്ലത്. മറിച്ചാണെങ്കിലും എനിക്ക് അതൊരു വിഷയമേ അല്ല. ദുര്യോധനന് ശീലം അതാണ്. അവനെ സഹായിക്കുവാൻ എന്നും എത്തിയിട്ടുള്ള ഞങ്ങൾ അവന് ശത്രുക്കളാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. ഭീഷ്മ പിതാമഹനും കൃപാചാര്യർക്കും ദ്രോണാചാര്യർക്കും വിതുരർക്കുമെല്ലാം അറിയാവുന്നതാണ് ദുര്യോധനന്റെ പ്രകൃതം. അത് അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. ദുര്യോധനന് മനംമാറ്റമുണ്ടായാൽ കൗരവ വീരന്മാർക്ക് ദീർഘായുസ് ഞാൻ ആശംസിക്കുന്നു. മറിച്ച് യുദ്ധമാണ് അരങ്ങേറുന്നതെങ്കിൽ നിങ്ങളെല്ലാവർക്കും അധികം കാത്തിരിക്കേണ്ടി വരാതെ തന്നെ വീരസ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സഞ്ജയൻ സംസാരിച്ചു നിർത്തി. സഞ്ജയനിലൂടെ അർജുനന്റെ സന്ദേശം കുരു രാജസഭയിൽ മുഴങ്ങി. എങ്ങും നിശബ്ദത. പതിയെ ഒരാൾ എഴുന്നേറ്റു. മഹാവൃക്ഷം കണക്കെ, ഹിമാലയം കണക്കെ, ഐരാവതം കണക്കെ കുരുവംശത്തിൻ്റെ തായ്വേര് ഗംഗേയനായ പരശുരാമ ശിഷ്യൻ ഭീഷ്മർ എഴുന്നേറ്റു. തൽക്കാലം മഹാഭാരതത്തിൻ്റെ ഈ ഭാഗം ഞാൻ ഇവിടെ വച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. നന്ദി.